പേരാമ്പ്ര ഗവൺമെന്റ് വെറ്റിനറി പോളിക്ലിനിക്കിൽ വൈദ്യുതി വിതരണം മുടങ്ങുന്നത് പതിവാകുന്നു. ദിനംപ്രതി 100 കണക്കിന് മൃഗസ്നേഹികൾ ആശ്രയിക്കുന്ന ആശുപത്രിയിൽ ചികിത്സ തുടർച്ചയായി മുടങ്ങിയതോടെ പ്രതിസന്ധിയിലായിരിക്കുകയാണ് ജീവനക്കാർ. പേരാമ്പ്ര ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിൽ അത്യാധുനിക സംവിധാനങ്ങളോടെ ആരംഭിച്ച പേരാമ്പ്ര ഗവൺമെന്റ് വെറ്റിനറി പോളിക്ലിനിക്കിലാണ് വൈദ്യുതി വിതരണം തുടർച്ചയായി മുടങ്ങിയത്. യാതൊരു മുന്നറിയിപ്പുമില്ലാതെ വൈദ്യുതി വിതരണം മുടങ്ങുന്നത് പതിവായതോടെ ആശുപത്രി ജീവനക്കാരും ആശുപത്രിയെ ആശ്രയിക്കുന്ന മൃഗസ്നേഹികളും ദുരിതത്തിലായിരിക്കുകയാണ്. ദിനംപ്രതി 100 കണക്കിന് മൃഗസ്നേഹികളാണ് പേരാമ്പ്ര വെറ്റിനറി പോളിക്ലിനിക്കിനെ ആശ്രയിച്ചെത്തുന്നത്. ദൂരദിക്കിൽ നിന്ന് പോലും അതിരാവിലെ മൃഗങ്ങളുമായി ചികിത്സ തേടിയെത്തുന്നവർ മണിക്കൂറുകളോളം കാത്തുനിന്നിട്ടും ചികിത്സ ലഭിക്കാതെ മടങ്ങിപ്പോകുന്ന സ്ഥിതി തുടരുകയാണ്. അതിരാവിലെ പോകുന്നതാണ് പലിശ്ശേരി നന്മണ്ട ഭാഗത്തുനിന്ന്. ഇതുവരെ ഇവർക്ക് വിവരം കൊടുത്തിട്ടുമില്ല. കാരണം കറണ്ട് ഉണ്ടാവില്ല എന്നുള്ളൊരു ഇൻഫർമേഷൻ കൊടുത്തിരുന്നെങ്കിലും ഞങ്ങൾ ഇന്ന് വരില്ലായിരുന്നു. നാളെ വന്നാൽ മതിയെന്നല്ലോ, കറണ്ട് വന്നിട്ട് വന്നാൽ മതിയെന്നു. പക്ഷെ എന്ത് ചെയ്യാനാണ്, ഇത്ര വണ്ടി പുറത്തുനിന്ന് വിളിച്ചിട്ട് വരുന്നത്. അത്യാധുനിക സജ്ജീകരണങ്ങൾ ഒരുക്കിയാണ് മൃഗാശുപത്രി പ്രവർത്തിക്കുന്നതെങ്കിലും വൈദ്യുതി വിതരണം മുടങ്ങുന്നത് വഴി ജനങ്ങൾക്ക് ഉപകാരമില്ലാത്ത അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. അതേസമയം സമീപത്ത് പ്രവർത്തിക്കുന്ന ബ്ലോക്ക് ഓഫീസിൽ വൈദ്യുതി കൃത്യമായി ലഭിക്കുന്നുണ്ട്. മൃഗാശുപത്രിയിലേക്കുള്ള വൈദ്യുതി വിതരണ ലൈൻ മാറ്റുന്നത് വഴി പ്രശ്നത്തിന് താൽക്കാലിക പരിഹാരം കാണാൻ സാധിക്കുമെന്നാണ് ആശുപത്രി ജീവനക്കാർ വ്യക്തമാക്കുന്നത്. പേരാമ്പ്ര വെറ്റിനറി പോളിക്ലിനിക്കിൽ ഈയിടെയായിട്ട് അധിക സമയവും ഒരു 8 മുതൽ 5 വരെയോ അല്ലെങ്കിൽ 9 മുതൽ 5 വരെ അൺഅനൗൺസ്ഡ് ആയിട്ട് നമുക്ക് ഫോണിൽ മെസ്സേജും വരുന്നില്ല. അങ്ങനെ കറണ്ട് പോകുന്നതുകൊണ്ട് ഇവിടെ വലിയ ബുദ്ധിമുട്ടാണ്. എന്താ വെച്ചാൽ ഇന്ന് 4ഉം 5ഉം സർജറി ഒക്കെ ഫിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ആൾക്കാർ ഒരുപാട് ദൂരത്തു നിന്നാണ് മൃഗങ്ങളെയും ആയിട്ട് വരുന്നത്. അപ്പോൾ ഈ സർജറിയൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്നില്ല കറണ്ട് ഇല്ലാത്തതുകൊണ്ട്. പിന്നെ ലാബ് ഉണ്ട് ഇവിടെ. ലാബിൽ നമ്മൾ ഓരോന്ന് ബ്ലഡ് സാമ്പിളൊക്കെ കളക്ട് ചെയ്തിട്ട് ആണല്ലോ നമ്മൾ സർജറിയൊക്കെ, അതും ചെയ്യാൻ പറ്റുന്നില്ല. പിന്നെ ഇവിടെ ഒരുപാട് വാക്സിൻസും ഒക്കെ ഉണ്ട്. അപ്പോൾ ഈ കറണ്ട് പോകുന്നതുകൊണ്ട് ഇൻവെർട്ടർ ഉണ്ട്, അതിൻ്റെയും ചാർജ് ഈ ഒരു വലിയ പീരീഡ് ആയതുകൊണ്ട് ഒരുപാട് റൂമും ഒക്കെ ഉള്ളതുകൊണ്ട് ഫാനും ലൈറ്റും ഒരുപാട് യൂസ് ചെയ്യുന്നതുകൊണ്ട് ഇൻവെർട്ടറും ചാർജ് പോവുകയാണ്. അപ്പം ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു 10, 50, 60 OP രാവിലത്തെ ഷിഫ്റ്റിൽ തന്നെ ഉണ്ടാവും. അത് കാരണം ആൾക്കാർക്കും വലിയ ബുദ്ധിമുട്ടാണ്. പ്രശ്നത്തെ മുൻനിർത്തി നിരവധി തവണ KSEB അധികൃതർക്ക് പരാതി നൽകിയിട്ടും പരിഹാരമില്ലാത്ത സ്ഥിതിയാണ്. 24 മണിക്കൂറും പ്രവർത്തിക്കേണ്ട ഉപകരണങ്ങൾ പോലും വൈദ്യുതി ഇല്ലാത്തതിനെ തുടർന്ന് പ്രവർത്തനരഹിതമാകുന്നത് വലിയ നഷ്ടങ്ങൾക്ക് കാരണമാകുമെന്ന് ആശുപത്രി അധികൃതർ ചൂണ്ടിക്കാട്ടുന്നു. ജനരോക്ഷം ഉയരുന്നതിനു മുൻപ് പ്രശ്നത്തിന് അടിയന്തര പ്രാധാന്യത്തോടെ പരിഹാരം കാണണമെന്നാണ് ആവശ്യം. ന്യൂസ് ബ്യൂറോ, പേരാമ്പ്ര.